എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് റൈസാണ്. ഇനി കുറച്ച് സാധനമൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മുട്ട, ഉപ്പിട്ട് വേവിച്ച ചോറ്, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, ഇച്ചിരി ഗരം മസാല, ചുമന്ന മുളക് പൊടി, മല്ലിയില. സവാള നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് നമുക്കൊരു ചട്ടി അടുപ്പേ വെച്ച് അത് ചൂടായി വരുമ്പം ഒരു 1/2 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഉരുകി വരട്ടെ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുകിട്ട് കടുക് പൊട്ടി വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചതിട്ടു. അത് കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെയും കളർ മാറിയപ്പോൾ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. പച്ചമുളക് ഇട്ടു. ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതിയേ. നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു. ചെറിയ തീയിലിട്ട് മുട്ടയൊന്ന് ചിക്കിയെടുക്കാം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തു. മുളക് പൊടി ഇട്ടു. നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ച ചോറിട്ടു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം. ഇച്ചിരി ഉപ്പ് കുറവാ, നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തേ. നാരങ്ങാ നീരൊഴിച്ചു. മല്ലിയില ഇട്ടു. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇപ്പം നമ്മുടെ എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലോട്ട് വിളമ്പി എടുക്കാം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.